ദിലീപ് നായകനായ പഞ്ചാബി ഹൗസ് നമ്മളെയേറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത സിനിമയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം നാടുവിട്ട യുവാവിൻ്റെ കഥയായിരുന്നു അത്. അതേപോലെ പഞ്ചാബി ഹൗസ് സിനിമ മോഡലിൽ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി യുവാവ് നാടുവിട്ടൊരു സംഭവം പാലക്കാടുണ്ടായി. ഗുജറാത്ത് സ്വദേശിയായ ഹുനാലി സിറാജ് അഹമ്മദിനെ പിന്നീട് ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തി. ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷം ഇയാൾ നാടുവിടുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ 3 ദിവസമാണ് ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത്. മലയാളത്തിലെ ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാണ് പഞ്ചാബി ഹൗസ്. കടം കയറി കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അതിലെ നായകൻ പുതിയൊരു പേരിൽ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നു. പിന്നീട് ഈ ചിത്രം ഹിന്ദിയിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നു. ഇത് മാതൃകയാക്കി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് നാടുവിട്ട യുവാവിനെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സെപ്റ്റംബർ 17-നാണ് ഗുജറാത്ത് സ്വദേശിയായ ഹുനാനി സിറാജ് അഹമ്മദ് ഭായ് ഷൊർണൂരിലെത്തുന്നത്. തുടർന്ന് റബ്ബർ ബാൻഡുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യങ്ങൾക്ക് പാലക്കാട് വടക്കാഞ്ചേരി ഭാഗങ്ങളിൽ ചിലരെ നേരിൽ കണ്ടു. എന്നാൽ ഇടപാടുകാർക്ക് കൈയോടെ പണം നൽകിയാൽ മാത്രമേ കച്ചവടം നടക്കൂ എന്ന് വന്നതോടെ ഇയാൾ പ്രതിസന്ധിയിലാവുകയായിരുന്നു. നാട്ടിലെ ബിസിനസ് തകർന്ന് 50 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത സിറാജിനുണ്ടായിരുന്നു. അത് മടക്കി നൽകാനുള്ള അവധി പിന്നിട്ടതിനാൽ മടങ്ങിപ്പോവാൻ കഴിയാതെയായി. ഇതോടെ ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി പുഴയുടെ ഫോട്ടോ എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ചിത്രങ്ങളും അയച്ചു കൊടുത്തു. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. തുടർന്ന് ഗുജറാത്തിൽ നിന്നും വന്ന ബന്ധുവിന്റെ പരാതിയിൽ ഷൊർണൂർ പോലീസ് മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇയാൾ ഭാരതപ്പുഴയിൽ ആത്മഹത്യ ചെയ്തതാകാമെന്ന് കരുതി അഗ്നിരക്ഷാസേന, ചെറുതുരുത്തി നില ബോട്ട് ക്ലബ്, റെസ്ക്യൂവർ നിഷാദ് എന്നിവരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. ഇത് 3 ദിവസം തുടർന്നു. പിന്നീട് ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അന്വേഷണത്തിൽ ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നെന്നാണ് പ്രത്യേക പോലീസ് സംഘം മനസ്സിലാക്കുകയും അവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പഞ്ചാബി ഹൗസ് മോഡലിൽ ഇയാൾ മറ്റൊരു പേരിൽ ജീവിക്കുകയായിരുന്നു. യൂബർ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സിറാജിനെ മെജസ്റ്റിക്കിൽ വെച്ചാണ് കണ്ടെത്തിയത്. കടക്കാരെ അഭിമുഖീകരിക്കാൻ മടികൊണ്ടാണ് നാടുവിട്ടതെന്നായിരുന്നു ഇയാളുടെ പോലീസിനോടുള്ള വിശദീകരണം. സിറാജിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം വെറുതെ വിട്ടു. ന്യൂസ് 18 പാലക്കാട്.